നമ്മളെ ബാക്ടീരിയ കൾച്ചർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് വേണ്ടത് നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ബാക്ടീരിയ കൾച്ചർ, നമ്മളെ പച്ചവെള്ളം, അത് ക്ലോറിൻ ഇല്ലാത്ത വെള്ളമാണ് വേണ്ടത്. പിന്നെ അതിനുശേഷം ശർക്കര ഒരു 250 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു മഗ് എടുത്തിട്ട് അതിൽ ശർക്കര ഇട്ടതിന് ശേഷം ശർക്കരയുടെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കലക്കിയെടുക്കുക, എന്നെങ്കിൽ അത് അലിയിച്ചെടുക്കുക. ആ അലിയിച്ചെടുക്കുന്ന ശർക്കര വെള്ളം നമ്മളൊരു പഴയ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബക്കറ്റിലേക്കോ മറ്റോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്രയാണോ ഈ ഒരു മഗ്ഗിൽ കൊള്ളാവുന്നത് അതിൻ്റെ അത്ര തന്നെ ബാക്ടീരിയ കൾച്ചർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 10 ഇരട്ടി വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു മഗ്ഗിൽ 10 തവണ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് മൂടി വെക്കുക. ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 ദിവസത്തിന് ശേഷം ഇത് തുറന്നു കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഒരു പൂപ്പൽ പോലുള്ള കാണാൻ പറ്റും. ഒരു ഉപ്പിൻ്റെ മുകളിലൊക്കെ ഉപ്പിലിട്ടതിൻ്റെ മുകളിലൊക്കെ നമുക്ക് പൂപ്പലുണ്ടാവില്ല, ഒരു വൈറ്റ് കളറിൽ, അതുപോലുള്ള പൂപ്പൽ കാണാൻ പറ്റും. അത് നമുക്ക് വീണ്ടും ഈ ബാക്ടീരിയാസിനെ, ഫുഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയ ആയിട്ട് നമുക്ക് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് തളിച്ചു കൊടുക്കുക, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ അല്ല, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബാക്ടീരിയ കൾച്ചർ നമ്മൾ ഈ ഒരു മഗ്ഗിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അത്ര തന്നെ ക്വാണ്ടിറ്റി ശർക്കര അലിയിച്ച് കളഞ്ഞ വെള്ളം, ഇത് രണ്ടും കൂടി ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് അതിൻ്റെ 10 ഇരട്ടി പച്ചവെള്ളം ഒഴിക്കുക. ക്ലോറിൻ ഇല്ലാത്ത പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് മൂടി വെക്കുക. അത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. എന്നിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു പൂപ്പൽ പോലെ വൈറ്റ് കളർ വരും. അപ്പോൾ അത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റിൻ്റെ മുകളിൽ തളിച്ചു കൊടുത്താൽ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് മാറും. സോ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അങ്ങനെ ഈ ഒരു ബാക്ടീരിയ കൾച്ചർ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് തീരാനാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ശർക്കര ഒഴിച്ചു കൊടുത്താൽ, ശർക്കര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് വെള്ളമായിട്ട് ശർക്കര അലിയിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കുറേ വർഷത്തേക്ക് അല്ലെങ്കിൽ കുറേ പീരീഡിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ്, ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.